വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരിലേറെയും വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ. CPM അനുകൂല സർവീസ് സംഘടനകളിൽപ്പെട്ടവരാണ് പാർട്ടിയെ വിശ്വസിച്ച് വിരമിക്കൽ ആനുകൂല്യമായി ലഭിച്ച പണം സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. M. കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ ലഭിച്ച പണം ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപിച്ച കൽപ്പറ്റ സ്വദേശി മൊയ്തുവാണ് എന്നോടൊപ്പമുള്ളത്. എങ്ങനെയാണ് ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഈ സ്ഥാപനത്തിൽ ഇടാനുള്ളൊരു സാഹചര്യം? എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ കാലത്ത് ഇത് നല്ല രീതിയിൽ നടന്നിരുന്നൊരു സ്ഥാപനമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ കർഷകർക്കും മറ്റുള്ളവർക്കും ഒരു ഗുണമുള്ള ഒരു സൊസൈറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. അങ്ങനെ ഒത്തിരി കാലമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വേറൊന്നും ചിന്തിച്ചില്ല. അപ്പോൾ നമ്മളുടെ ഒരു യൂണിയൻ്റെ നമ്മുടെ സഹപ്രവർത്തകൻ ഒരു യൂണിയൻ്റെ നേതാവും കൂടിയായി പുള്ളീൻ്റെ സമ്മർദ്ദം മൂലമാണ് നമ്മളിത് ഇടാൻ കാരണം. പിന്നെ അല്ലാതെ നമുക്കിപ്പോൾ കുറച്ച് കാലമെങ്കിലും പലിശ എന്തെങ്കിലും കിട്ടി? എനിക്കൊരു പൈസയും തിരിച്ചു കിട്ടിയിട്ടില്ല. എന്നോട് ഇൻസെൻറ്റീവ് 10% ഇൻസെൻറ്റീവ് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഒരു പൈസയും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം വരുന്നത് അപ്പം നമ്മൾ പൈസ തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ വാങ്ങിച്ചെടുത്തത്. ഇതിപ്പോൾ എത്ര കാലമായി നിക്ഷേപിച്ചിട്ട്? ഞാൻ നിക്ഷേപിച്ചിട്ട് ഒരു 3-4 വർഷമായി. പിന്നെ ഇവരെ സമീപിച്ചോ? ഇത് ഫാക്ടറിയൊക്കെ പൂട്ടിയപ്പോൾ പല പ്രാവശ്യം ഇവരെ സമീപിച്ചു. നമുക്ക് പല വിഷയങ്ങളും വന്നപ്പോൾ ഇപ്പോൾ ഹാർട്ട് ബ്ലോക്കായിട്ട് നമ്മൾ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് പിന്നെ ഒരു കല്യാണ വിഷയങ്ങൾ വന്നിട്ട് മോൻ്റെ പഠിത്തത്തിൻ്റെ വിഷയം വന്നിട്ട് ഒക്കെ ഇവരെ സമീപിച്ചാണ്. അപ്പോഴൊക്കെ ഇന്ന് തരാം, നാളെ തരാം, 3 മാസം കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ പറയുന്നല്ലാതെ പൈസ ഇതുവരെ ഒരു പൈസയും തിരിച്ചു വന്നിട്ടില്ല. വ്യക്തമായിട്ടുള്ളൊരു മറുപടി വരെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെയാണ് മൊയ്തുവിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. പണം തിരിച്ചു തരാൻ പല അവധികൾ പറയുകയല്ലാതെ കൃത്യമായൊരു മറുപടിയോ എന്ന് പണം തിരിച്ചു തരുമോ എന്നുള്ള ഒരു ഉറപ്പ് പോലും ബ്രഹ്മഗിരി സൊസൈറ്റി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.